ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ച നമുക്ക് ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. അംബാസമുദ്രത്തിലെ രാജാവായിരുന്നു കൃതവർമ്മൻ. അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൽ ഉപദേശിച്ച് നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനുമായ വാമന ഭട്ടർ എന്ന മന്ത്രിയായിരുന്നു. അവരുടെ കൊട്ടാരത്തിന് ഇപ്പം അകലെയായി ഒഴുകുന്ന പുഴയുടെ കരയിൽ അലക്കുകാരുടെ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഭൈരവൻ എന്ന അലക്കുകാരൻ്റെ കുടുംബമാണ് പാരമ്പര്യമായി കൊട്ടാരത്തിലെ അലക്ക് ജോലികൾ നോക്കിയിരുന്നത്. ഒരു സായാഹ്നത്തിൽ മഹാരാജാവ് മന്ത്രിയുമായി ഉദ്യാനത്തിലിരിക്കവേ ഭൈരവനും അയാളുടെ ഭാര്യ ഭാനുവുമായി അലക്കിയ വസ്ത്രങ്ങളുമായി കൊട്ടാരത്തിൽ വന്നു. പൊടുന്നനെ തന്നെ രാജാവിൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മഹാമന്ത്രി, കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇവരെ കാണുകയാണ്. എന്തെല്ലാം സൗഭാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്കും മഹാറാണിക്കിടയിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ വഴക്കുകളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഭാനുവിനെയും ഭൈരവനെയും നോക്കും, അവരെപ്പോഴും സന്തോഷവാനാണ്. അവരുടെ മുഖം ഒരിക്കലും വാടി ഞാൻ കണ്ടിട്ടില്ല. എന്തായിരിക്കും ഇതിൻ്റെ രഹസ്യം? മന്ത്രി പറഞ്ഞു, പ്രഭോ, അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ സംതൃപ്തരും സന്തുഷ്ടരുമായിരിക്കും. അവർ മറ്റുള്ളവരെ നോക്കാറില്ലായിരിക്കാം. എന്നാലും മനുഷ്യനല്ലേ, ചെറിയൊരു കാര്യം മതി ഇതെല്ലാം മാറിമറിയുവാൻ. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്തിയാലോ? മഹാരാജാവ് പറഞ്ഞു, അപായമൊന്നും ഉണ്ടാവരുത്, പരീക്ഷണം നടത്തിക്കൊള്ളൂ മന്ത്രി. അപ്പോൾ മന്ത്രി പറഞ്ഞു, ശരി മഹാരാജൻ, പരീക്ഷണം ഇന്ന് തുടങ്ങുകയാണ്. ഇത് അവസാനിക്കുന്നത് വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് അംഗീകരിക്കണം. മറുത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. രാജാവ് അതും സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങ് പോയിട്ട് മുഷിഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം അലക്കുവാൻ ഭൈരവനെ ഏൽപ്പിക്കണം. രാജാവ് പോവുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു തലപ്പാവ്, അത്ര എന്നും മുഷിഞ്ഞിട്ടതല്ലെങ്കിൽ പോലും ഭൈരവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഭൈരവനും ഭാനുവുമായി അലക്കാനുള്ള വിഴുപ്പുകളുമെടുത്ത് മടങ്ങി അവരുടെ വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞു. ഇതുപോലൊരു സായാഹ്നത്തിൽ രാജാവും മന്ത്രിയും പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അലക്കിയ വസ്ത്രങ്ങളുമായി ഭൈരവനും ഭാനുവും കൊട്ടാരത്തിലെത്തി. അവർ പതിവുപോലെ അവ ഏൽപ്പിച്ച് അലക്കുവാനുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ ഗ്രാമത്തിലേക്ക് പോയി അവർ വിഴുപ്പ് വീട്ടിൽ വെച്ച് പുഴയിൽ പോയി കുളിച്ച് ശുദ്ധരായി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവേ വീട്ടിന് മുമ്പിൽ 2 ഭടന്മാർ നിൽക്കുന്നു. അവരെ കണ്ട് അന്താളിച്ചു പോയ ഭൈരവൻ്റെയും ഭാനുവിൻ്റെയും മനസ്സിലൂടെ ധാരാളം ചിന്തകൾ കടന്നുപോയി. എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചിട്ടുണ്ടോ? എന്തായാലും ഭടന്മാർ പറഞ്ഞു, ഉടനെ തന്നെ രാജാവിനെ മുഖം കാണിക്കുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഭൈരവൻ അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. ഭാനു വീട്ടിൻ്റെ മുൻപിൽ ആകാംക്ഷയോടെ ഭൈരവൻ്റെ മടങ്ങിവരവും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭൈരവൻ ഭടന്മാരോടൊപ്പം കൊട്ടാരത്തിലെത്തി. അവിടെ രാജാവും മന്ത്രിയും ഉണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞു, ഭൈരവ, കാലാകാലങ്ങളായി നിങ്ങളുടെ കുടുംബമാണല്ലോ കൊട്ടാരത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം അലക്കുന്നത്. നീ കഴിഞ്ഞ ദിവസം തക്കിക്കൊണ്ടുവന്ന ആ തലപ്പാവിൻ്റെ എന്തോ വല്ലാത്ത സുഗന്ധം, അത് രാജാവിന് ഏറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഭൈരവൻ്റെ മനസ്സിൽ കൂടി പെട്ടെന്ന് ചിന്ത കടന്നുപോയത്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. ഭഗവാൻ
ഭഗവാന്റെ ലീലാവിലാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൈരവൻ മന്ത്രിയോട് പറഞ്ഞു, പ്രഭോ, എൻ്റെ മിടുക്കല്ലാതെ ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്തായാലും നിൻ്റെ ജോലി വളരെ സന്തോഷമുള്ളതും രാജാവിന് സംതൃപ്തി ഉളവാക്കിയിട്ടുമുണ്ട്. നിനക്ക് ഒരു സമ്മാനം നൽകുവാൻ ക്ഷണിച്ചതാണ്. നിനക്കറിയാമല്ലോ, മഹാരാജാവ് മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഉടനെ തന്നെ നടപ്പാക്കുന്ന ഹൃദയക്കാരനാണെന്ന്. സന്തോഷത്തോടുകൂടി അപ്പോൾ പരിചാരകർ അവിടെ കൊണ്ടുവന്ന ഒരു നാണയം അടങ്ങിയ കിഴി രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് അത് ഭൈരവന് കൊടുത്തു. അപ്പോൾ മഹാമന്ത്രി പറഞ്ഞു, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നാണല്ലോ പ്രമാണം. ആ സഞ്ചി വാങ്ങിച്ച് തുറന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ താലത്തിലേക്ക് തട്ടി അവ എണ്ണി തിട്ടപ്പെടുത്തി രാജാവിനും ഭൈരവനും ബോധിക്കത്തക്ക വിധം തിരിച്ച് കിഴിക്കകത്തിട്ട് ഭൈരവന് കൊടുത്തു. എണ്ണുന്നതിനിടയിൽ വിദഗ്ധമായി മഹാമന്ത്രി ഒരു നാണയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാണയമെല്ലാം കിട്ടിയ സന്തോഷത്തിൽ ഭൈരവൻ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൻ്റെ മുന്നിൽ കാത്തുനിന്ന ഭാനുവിന് ഈ നാണയങ്ങളങ്ങനെ കിഴി കൊടുത്തിട്ട് ഭൈരവൻ പറഞ്ഞു, നീ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കൂ, ഞാൻ ഇപ്പോൾ വരാം. അയാൾ വീണ്ടും പുഴയുടെ കരയിൽ പോയി കൈയും കാലുമെല്ലാം ശുദ്ധമാക്കി നേരെ അമ്പലത്തിൽ പോയി എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് മടങ്ങി വീട്ടിലെത്തി. അവർ അത്താഴം കഴിക്കുവാനിരുന്നു. ഭൈരവൻ നടന്ന കാര്യങ്ങളെല്ലാം ഭാനുവിനോട് പറഞ്ഞു. അവർക്കും വളരെ സന്തോഷമായി. അവർ ആഹാരം കഴിച്ചതിന് ശേഷം ഈ നിധി അടങ്ങിയ സഞ്ചിയെടുത്ത് അവ എണ്ണുവാൻ തുടങ്ങി. തിരിച്ചും മറിച്ചും 3-4 പ്രാവശ്യം എണ്ണിയിട്ടും 99 സ്വർണ്ണ നാണയങ്ങളെ ഉള്ളൂ, ഒന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ ഭൈരവൻ്റെ മുഖം മാറി. അയാൾ പറഞ്ഞു, ഒരു കാര്യവും നീ തന്മയത്തോടുകയോ ചെയ്യുകയില്ല. ഞാൻ തന്നെ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ട് പുഴക്കടവിലേക്ക് പോയാൽ മതിയായിരുന്നു. അതിനിടയ്ക്ക് നീ ഒരു സ്വർണ്ണ നാണയം കളഞ്ഞു. ഭാനു പറഞ്ഞു, കഴിഞ്ഞ 18 വർഷമായി ഞാൻ നിങ്ങളോട് താമസിക്കുന്നു. നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാറില്ല. നിങ്ങളായിരിക്കും മതിമറന്ന് ഈ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന വഴിക്ക് സ്വർണ്ണ നാണയം എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തലും പഴികൾ പറച്ചിലുമായി. അന്നേ ദിവസം ആദ്യമായി അവർ അവരുടെ കുടിലിൻ്റെ 2 വശത്തായി കിടന്നുറങ്ങി. അങ്ങനെ വീണ്ടും 2 ദിവസം കഴിഞ്ഞു. വീണ്ടും അലക്കിയ വസ്ത്രങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. ഇപ്രാവശ്യം ഭാനു ഭൈരവനൊപ്പം കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറായില്ല. ഒറ്റയ്ക്ക് കൊട്ടാരത്തിലെത്തിയ ഭൈരവനെ രാജാവും മന്ത്രിയും ശ്രദ്ധിച്ചു. അവർ ഭൈരവനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭാനുവിനെ വിളിച്ചുകൊണ്ട് വരിക. നീ അതുവരെ ഇവിടെ നിൽക്കൂ. അങ്ങനെ 2 ഭടന്മാരെ പരിചാരകരെ അയച്ച് ഭാനുവിനെയും കൂട്ടി അവർ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ അയക്കുകയും അവർ പോയി ഭാനുവിനെയും കൂട്ടി കൊട്ടാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ മന്ത്രി രാജാവിനോട് ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞു, ദാനം പൂർണ്ണമല്ലെങ്കിൽ അത് കൊടുക്കുന്നയാൾക്കും വാങ്ങിക്കുന്നയാൾക്കും പ്രയോജനവുമില്ല, അവർക്ക് മോക്ഷവും കിട്ടുകയില്ല. അന്ന് സ്വർണ്ണ നാണയങ്ങൾ എണ്ണി തിട്ടപ്പെട്ടി കൊടുത്തപ്പോൾ ഒരു നാണയം എങ്ങനെയോ ചാടിപ്പോയി. അത് മഹാരാജൻ ഇപ്പോൾ ഭൈരവന് കൊടുക്കണം.
അവരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ഈ തെറ്റിൻ്റെ പ്രായശ്ചിത്തമെന്ന നിലയിൽ 2 ഗോക്കളെയും അവർക്ക് ദാനമായി നൽകണം. അപ്രകാരം മഹാരാജാവ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ സ്വർണ്ണ നാണയം ഭൈരവന് കൊടുക്കുകയും 2 ഗോക്കളെ ഭാനുവിന് ദാനം ചെയ്യുകയും ചെയ്തു. ദാനമായി കിട്ടിയ ഗോക്കളും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണ്ണ നാണയവുമായി അവർ മടങ്ങി അവരുടെ ഗ്രാമത്തിൽ പോയി. നടന്ന കാര്യങ്ങൾക്കെല്ലാം ഭഗവാനോട് നന്ദി പറഞ്ഞു. ക്രമേണ അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. സന്തുഷ്ടമായി കഴിയാനുള്ള 99 കാര്യങ്ങളും അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും അവയൊന്നും കാണാതെ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മറ്റേതോ കാര്യത്തിനു വേണ്ടി അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞ് പരസ്പരം വഴക്കും ആരോപണവും നടത്തി അവരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റും എന്ന ഗുണപാഠമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാജേഷ് ചിമ്മര വിടവാണ്. സ്വസ്തി പ്രജ്ഞാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു.